വിളയിറക്കാൻ നെൽകർഷകർക്ക് അനുവദിച്ചിരുന്ന പലിശരഹിത വായ്പ നിർത്തലാക്കിയതോടെ പ്രതിസന്ധിയിലായി കാർഷിക മേഖല. പ്രാഥമിക സഹകരണ സംഘങ്ങൾ വഴി അനുവദിച്ചിരുന്ന പലിശരഹിത വായ്പ ചെറുകിട കർഷകർക്കുൾപ്പെടെ വലിയ ആശ്വാസമായിരുന്നു. നെല്ലിന്റെ സംഭരണ വില പോലും കൃത്യമായി നൽകാതിരിക്കുന്നതിനിടെയാണ് പലിശരഹിത വായ്പയും നിർത്തിയിരിക്കുന്നത്. സംസ്ഥാനത്തെ നെൽകർഷകർക്ക് ഏറെ ആശ്വാസമായ പദ്ധതിയാണ് കർഷകർക്ക് വിളയിറക്കുന്നതിന് സഹകരണ സംഘങ്ങൾ മുഖേന ലഭിക്കുന്ന പലിശരഹിത വായ്പ. എന്നാൽ കഴിഞ്ഞ കുറച്ചു ദിവസമായി പാലക്കാട് ജില്ലയിലെ കർഷകർക്ക് പദ്ധതി നിർത്തലാക്കിയതായുള്ള അറിയിപ്പാണ് ബാങ്കുകളിൽ നിന്നും ലഭിക്കുന്നത്. മാർച്ച് 31 മുതൽ കർഷകർ എടുത്തിട്ടുള്ള വായ്പയ്ക്ക് 7% വരെ പലിശ ഈടാക്കുമെന്നാണ് സഹകരണ സംഘങ്ങൾ കർഷകർക്ക് നോട്ടീസ് അയച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പെട്ടെന്നുള്ള നടപടി വലിയ ആഘാതമാണ് കാർഷിക മേഖലയിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ നെല്ലിന്റെ സംഭരണ വില പോലും കൃത്യമായി നൽകാതെ ബുദ്ധിമുട്ടിക്കുന്നതിനിടെ പലിശരഹിത വായ്പ നിർത്തലാക്കുന്നത് കർഷകർക്ക് ഇരുട്ടടിയാണ്. സഹകരണ ബാങ്കുകളിൽ നിന്ന് ലഭിക്കുന്ന പലിശരഹിത വായ്പ കർഷകന് ഒരു ആശ്വാസമായിരുന്നു. പക്ഷെ അത് പെട്ടെന്ന് നിർത്തലാക്കിക്കൊണ്ടുള്ള ഉത്തരവ് ഇറങ്ങുമ്പോൾ അത് കർഷകന് ഒരു പ്രകരം ആയിട്ടാണ് തോന്നുന്നത്. കാരണം കർഷകനെ സംബന്ധിച്ച് വളരെ മോശമായിട്ടുള്ളൊരു കാലാവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അത് ഈ വായ്പയും കൂടി തിരിച്ചടച്ച് അതിൻ്റെ പലിശയും ചേർത്ത് അടയ്ക്കണമെന്ന് പറയുമ്പോൾ കൃഷിക്കാരന് ഏറ്റൊരു പ്രകടനം ആണ് ഇത്. 15 വർഷം മുമ്പാണ് സംസ്ഥാനത്തെ കർഷകരെ വിളയിറക്കാൻ സഹായിക്കുന്നതിനായി പലിശരഹിത വായ്പ എന്ന പദ്ധതി പ്രഖ്യാപിച്ചത്. വളരെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരുന്ന പദ്ധതിയാണ് പെട്ടെന്ന് നിർത്തലാക്കിയിരിക്കുന്നത്. പദ്ധതി എത്രയും വേഗം പുനഃസ്ഥാപിക്കാൻ അധികൃതരുടെ ഭാഗത്തുനിന്ന് അടിയന്തര നടപടി ഉണ്ടാവണമെന്നാണ് കർഷകരുടെ ആവശ്യം. ജനം, പാലക്കാട്.